തഹസിൽദാരുടെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെപ്പോഴും അവിടെ നിന്ന് വിട്ടത്? അതും വിട്ടതല്ല അത്രേ, സുഖമായെന്നും പറഞ്ഞ് അവളെ ഇറങ്ങി പോകുന്നതാ. അവളെ അമ്മിക്കലെടുത്ത് തന്റെ തല ഇട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ 16 ലിറ്റർ കുടിക്കായിരുന്നു. അതെ. എന്നിട്ട് അമ്മിക്കുട്ടി കിട്ടിയോ? അത് ഞാൻ മുങ്ങി എടുത്തടാ, ഭാഗ്യത്തിനത് പൊട്ടിയില്ല. വിതച്ചാലും കൊയ്താലും പോരാ, തിന്നാനും യോഗം വേണം. മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം. അമ്മാവനാണെന്ന് വെച്ച് ചെറ്റത്തരം കാണിക്കരുത്. 2 ദിവസമായില്ലേ എനിക്ക് വന്നൊരു കവർ പോസ്റ്റ്മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട്? അത് നിങ്ങൾ എനിക്ക് തന്നോ? എന്ത് കയ്യിലോ? എപ്പോ? മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നാണല്ലോ പോസ്റ്റ്മാൻ കാതർകൂട്ടി എന്നോട് പറഞ്ഞത്. അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത്? ആ വിലാസിനിക്ക് കുറച്ച് ഇഞ്ചി വേണമെന്ന് പറഞ്ഞു, അത് സംസാരിക്കാനാണ് ഞാൻ അവിടെ പോയത്. ഇഞ്ചി കച്ചവടം നിർത്തി കാര്യം പറ. പൊള്ളാച്ചിന്ന് എനിക്ക് വന്നൊരു രജിസ്റ്റർ പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർകൂട്ടി എന്നോട് പറഞ്ഞത്. അത് എവിടെയെന്നാ ചോദിച്ചത്? ഓ അത് നേരാ, അത് ഞാൻ എന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൊള്ളാച്ചിയിലെ PKT പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. ആ ട്രൗസറോടെ അമ്മാവാ? സാധനം എന്റെ കീശ കാണും. ട്രൗസറോടെ? ആ ട്രൗസറാ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. എന്റെ ജോലി കഴിഞ്ഞല്ലോ. ഇതൊന്ന് ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതാ. ഏത് പോക്കറ്റിലാ? ഇവിടെ കാണാം. തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചൊന്ന് ചൂടാ. ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട്. എന്നെ കോവിലിന്റെ മുമ്പിൽ ഇറക്കി വിട്, എന്നിട്ട് നീ പോയി ഒരു ടീ സാപ്പിട്ട് വാ. ഇനി ഓട്ടോ ഉണ്ട്. തമിഴ് നീ നല്ലാവേ പേசுற. ഇനി ഞാനിവിടെ വിലസാൻ പോവല്ലേ അണ്ണാച്ചി. ഇതാരുടെ ഈ സ്ഥലമൊക്കെ? ഇതെല്ലാം എന്റെ കൗണ്ടറോടതുങ്ങ. ഇയാളത് എങ്ങോട്ടാ പോകുന്നു? എടോ താനെന്തിനാ இந்த பக்கம் திருப்பியது? என்ன கொல்ல கொண்டு அப்படிலாம் செய்ய மாட்டேனுங்க. ஆம்பளை பிள்ளை தானே, பயப்படாம வாங்க. വണ്ടി നിർത്തോ. എടോ അണ്ണാച്ചി താനിത് എന്തു சின்னம்மா தான் கையோட கூட்டி வர சொன்னாங்க. இதுக்கு ஒண்ணு கூலி வேணாமுங்க. തറവാട്ടുകാർ മുഴുവൻ ഗുണ്ടകളാണെന്ന് കേട്ടിട്ടുണ്ട്. മോളു എന്നെ തല്ലറിയതാ. ഈ പണി നമുക്ക് പറ്റില്ല. വണ്ടി എടുക്കണോ? என்னங்க இந்த பார்சல் அனுப்பணும், ஆபீஸ்க்கு வரலானா அப்பா கொன்னுடுவாரு, அதான் செல்லையாக்கிட்ட. മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലിക്ക് വന്നവനാണ് ഞാൻ. നിങ്ങളുടെ ഈ 4 അണയുടെ പാഴ്സൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി. ഒന്നും മനസ്സിലായില്ലല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? എന്റെ പെണ്ണെ ഇതൊക്കെ വല്ല പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടു. PKTയിലൊക്കെ വല്ലത് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോയിക്കൊണ്ടോ അപ്പ അയക്കാം. വണ്ടി എടുക്കണോ? തോട്ടത്തിൽ വെച്ച് ഞാൻ പാഴ്സൽ മേടിച്ചില്ല എന്നും പറഞ്ഞ് എന്നെ ഓഫീസിൽ കയറി ആരെങ്കിലും തല്ലാൻ വന്നാ എല്ലാത്തിന്റെ കുടലേനെടുക്കും. വണ്ടി എടുക്കണോ? ഞാൻ ഒറ്റയ്ക്കല്ല, കരിവീട്ടി പോലത്തെ 3 എണ്ണം വേറെ ഉണ്ട്. പിന്നെ എന്റെ അച്ഛനും. ഒറ്റിടി ഇടിച്ച കൗണ്ടറൊക്കെ പൊടിഞ്ഞ് ഉമിക്കരി പോലെ ആയി പോകും. അവളുടെ ഒരു ഉണക്ക പാഴ്സൽ. வெட்டுக்கிளி மாதிரி பட்டு பட்டுன்னு பேசுறா. அந்த ஆள் பேசினது உனக்கு புரிஞ்சுதாடி? கொஞ்சம் கொஞ்சம் புரிஞ்சுது. எனக்கு கூட பேசணும் தோணுச்சு. அந்த ஆளு நிறுத்தினா தானே. എന്താടോ? പാഴ്സലുங்க. അത് മേശപ്പുറത്താണ് കൊണ്ടുവയ്ക്കുന്നത്. അങ്ങോട്ട് വയ്ക്ക്, എന്നിട്ട് ബുക്ക് ചെയ്യ്. பார்சல் இவ்வளவு பெருசா இருக்க, அட்ரஸ் கொஞ்சம் பெருசா எழுத கூடாது? எந்த ஊருக்கு? அதான் எழுதி இருக்குல்ல, நீங்களே படிங்க. ஹரிகிருஷ்ணன் மேலப்பரம்பில், ஆண் வீடு, கேரளா. ഇതെന്താ ഹരി, ഒരുമാതിരി പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ? വെട്ടി വെട്ടി അവസാനം വല്ല നിധിയും കിടക്കുമാ?
നിന്റെ കത്തുകളും നീ അയച്ച പണവും കിട്ടി. പണം ഇനി നീ അയക്കണ്ട. എവിടെ പണം എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാ മതി. എന്റെ കാലിന് നീരിപ്പോ കൂടുതലാണ്. തലക്കനം കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. നിന്റെ അച്ഛൻ നന്നാവില്ല. എന്റെ മോനെ, നിനക്ക് സുഖമാണോടാ? നിനക്ക് ചുറ്റും മനുഷ്യ സ്നേഹമുള്ള വല്ലവരും ഉണ്ടോടാ? അതല്ല എല്ലാം നിന്റെ ചേട്ടന്മാരെ അച്ഛനെയും പോലാണോ? അടുക്കളപ്പണിക്ക് ഇപ്പോഴും ആരുമില്ല. പിടി വിട്ടു പോച്ചുങ്ക. അത് മനസ്സിലായി. പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വീഴുമെന്നേ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തമിഴ് തെരിയാതാ? മലയാളം തെരിയുമാ? പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? പെരിയ കൗണ്ടർ പറഞ്ഞാലേ നിന്റെ ഗതി ആ പിച്ചള കുടത്തേക്കാ കഷ്ടാവും. எனக்கு உங்களை பிடிச்சிருக்கு. நான் விட மாட்டேன், கண்டிப்பா விட மாட்டேன். உன்னை கண்டன் துண்டம்மா வெட்டிடுவேன். പോയി വെണ്ടയ്ക്ക വെട്ടി കൗണ്ടർക്ക് സാമ്പാർ വെച്ച് കൊടുപ്പാ. താനെന്തിനാ ഈ ബുദ്ധിമോശം കാണിക്കാൻ പോയി? ബുദ്ധിമോശോ? കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി സ്നേഹിച്ചു വന്ന് വിളിച്ചപ്പോ ഒന്ന് നാട് വിടാൻ തോന്നിയ ബുദ്ധിമോശ? ഞാനും ഒരു 1/2 കൗണ്ടറിലെ കൂട്ടുന്നേരെ. ഒരു പപ്പടം കിട്ടാൻ വല്ല വഴിയുണ്ടാവോ? ഞാനതങ്ങ് മറന്നുപോയി. ഇത് നിന്റെ അവസാനത്തെ അത്താഴാവും. അതും എന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്നാവും ഈശ്വരൻ. എന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച ഒരുത്തിന്റെങ്കിലും കൈ വെട്ടിയിട്ട് ഞാൻ അതിന് നിന്നു കൊടുക്കൂ. ആ തറവാടത്തെ ഞാൻ എന്തായാലും കാണിക്കും. കുട്ടനാര് പേടിക്കണ്ട. ഒരു താലി കെട്ടിക്കഴിഞ്ഞ് അന്നത്തെ സൂര്യൻ അസ്തമിച്ച നമ്മുടെ നാട്ടിൽ ആദ്യരാത്രിയായി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൂര്യൻ അസ്തമിച്ച പിന്നെ പകല? അത് ഇവരുടെ കൂട്ടത്തിലൊരു ചടങ്ങാണെന്നേ. ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തമുണ്ട്. അതാണ് ശാന്തി മുഹൂർത്തം. അതെപ്പോഴാ? അത് തന്നെ തലയെഴുത്ത് പോലിരിക്കും. സത്യം പറയല്ലേ കുട്ടനാരെ, ശാന്തി മുഹൂർത്തം ആസ്വദിക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം. ഞാനിപ്പോ എന്താ ചെയ്യാ? ആ കൗണ്ടർ നിനക്കൊരു വീട് തരുമെന്നല്ലേ പറഞ്ഞ്? ശാന്തിയോട് താമസിക്കേ. അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ. കുട്ടനായരന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. മൂപ്പര് ഇതിലും വലിയ കൗണ്ടറാ. അത് കൗണ്ടറല്ല, ആറ്റം ബോംബാ. ഇത്ര പാരവശ്യം നീ താനെന്തോ അർദ്ധരാത്രി അവള് കൊണ്ടു കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറിപ്പോയതാ. ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു. എന്നാലെ കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചാടണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ എന്റെ വീട്ടിലറിഞ്ഞ് അവരെന്നെ വെട്ടിക്കൊല്ലും. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ. ഞാനിപ്പോ വീഴും. നീ എല്ലാം മുരുകന് വിട്ടോട്, അവൻ വഴി കാണിച്ചു തരും. ഹരി ഹരി, തനിക്ക് ഭാഗ്യം തെളിഞ്ഞോ മാപ്പിളെ? താലി കെട്ടിക്കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തിയതും ഉനക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിருக்கு. എങ്ങോട്ടാ? ഹരിയുടെ നാട്ടിലേക്ക്. എന്താ എന്താ അയ്യോ എന്താ എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെയാ. ഞാനങ്ങ് പേടിച്ചു.